മിനിസ്റ്റർ, ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ ഭയങ്കര ടീമാണല്ലോ അപ്പുറത്തെന്ന് പറയായിരുന്നു കേട്ടോ. ആണല്ലേ? ശരി, കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ പറഞ്ഞിരുന്ന പ്ലാൻ തുകയിൽ കുറവ് വരുത്തിയ ശേഷം ഇത്തവണ കൂട്ടിയെന്നു പറയുന്നു എന്നതാണ് ബജറ്റിനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം. നമ്മുടെ ധനസ്ഥിതി മെച്ചപ്പെട്ടു വരികയാണെന്ന് അങ്ങ് പറയുകയും ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് മെച്ചപ്പെട്ടത്? നമ്മുടെ നികുതി പിരിക്കൽ ശേഷി കൂടിയിട്ടില്ല. അപ്പോൾ എന്താണ് ഈ കാര്യങ്ങൾ മെച്ചപ്പെടാനുള്ള സാഹചര്യം എങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ പറ്റുമോ? അതോടൊപ്പം ഈ കുറവ് വരുത്തിയതിനു ശേഷം കൂട്ടിയെന്ന വിമർശനത്തിനുകൂടി മറുപടി. നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ മെച്ചപ്പെട്ട അങ്ങേയറ്റം എത്തിയെന്നല്ല, കഴിഞ്ഞ 3 വർഷമായിട്ട് ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് വരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ടാക്സ് കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും ടാക്സിൻ്റെയും നമ്മുടെ തനത് നികുതി വരുമാനത്തിൻ്റെ എല്ലാ തരത്തിലും നികുതിയേതര വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 2-3 വർഷമായിട്ട് എല്ലാ വർഷവും വലിയ കട്ടിങ്ങും വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 50,000 കോടിയിലധികം രൂപയാണ് നമുക്ക് തൊട്ടു മുമ്പത്തെ 1ാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാളും കുറയ്ക്കുന്നത്. അത് പല ന്യായം പറഞ്ഞിട്ടാണ്, ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. അതിപ്പോൾ ഏറ്റവും ഒടുവിൽ കേന്ദ്ര ബഡ്ജറ്റ് വന്നപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് നേരെ എടുത്ത സമീപനവും മറ്റു സംസ്ഥാനങ്ങളും എടുത്ത സാന്നിധ്യവും ഒക്കെ നമുക്കറിയാം. അതേപോലെ തന്നെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥയ്ക്കകത്ത് കഴിഞ്ഞ വർഷം വരെ പല വെട്ടിക്കുറവ് വന്നു. ഇനിയിപ്പോൾ ഈ വർഷം നേരത്തെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വെട്ടിക്കുറവൊന്നും പുതുതായിട്ട് വരാനില്ല, എല്ലാം പോയി കഴിഞ്ഞു. പക്ഷേ ഒന്നിടപെട്ട് ചോദിച്ചോട്ടെ മിനിസ്റ്റർ, കഴിഞ്ഞ ബജറ്റിൽ ഗവർണറുടെ അസന്റ് വരുന്നതിന് മുൻപ് തന്നെ പ്ലാൻ കട്ട് ചെയ്ത് 50% ആക്കി എന്നൊരു വിമർശനമുണ്ട്. അങ്ങനെ പ്ലാൻ കട്ട് ചെയ്തിട്ടില്ലല്ലോ. പ്ലാനിനകത്ത് ചില പ്രയോറിറ്റൈസേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട്, ഇല്ലയെന്നല്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണം വരുന്നതിനകത്ത് നമ്മുടെ ക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വലിയ 5 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം ചില കാര്യങ്ങളിൽ അന്ന് തന്നെ പറഞ്ഞു. അല്ലാതെ എന്തെങ്കിലും ലീഗലായിട്ടുള്ള ഒരു തെറ്റോ അല്ലെങ്കിൽ ലീഗലായിട്ട് നമുക്ക് പറ്റാത്ത തരത്തിൽ അല്ലെങ്കിൽ ഒരു ഫാക്ച്വലി പ്ലാൻ കട്ട് ചെയ്യുന്നുള്ള തീരുമാനം വന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് നമുക്ക് 1,78,000 കോടി രൂപ ഈ സാമ്പത്തിക വർഷം ചിലവാക്കാനായിട്ട് കഴിയും. അതാണ് റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ്. കഴിഞ്ഞ വർഷം 1,59,000 ചിലവാക്കാൻ പറ്റിയിരുന്നുള്ളൂ, അല്ലെങ്കിൽ 1,60,000. അപ്പോൾ അത്രയും ഒരു വർധന പ്രാക്ടിക്കലി വന്നിട്ടുണ്ട് ചിലവിൽ. അങ്ങനെ ചിലവ് വരുന്നു. അടുത്ത വർഷം ഇനിയൊരു 10-15,000 കോടി രൂപയെങ്കിലും അധികം ചിലവാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമുക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടി ഗ്രോത്ത് വരും. ഇതാണ് നമുക്കൊരു ഗ്രോത്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതല്ല. പക്ഷേ ഇന്ന് തന്നെ സർക്കാർ ജീവനക്കാർക്കൊരു DA പ്രഖ്യാപിച്ചു. അവർക്ക് കിട്ടുമെന്നവർ പ്രതീക്ഷിച്ചല്ല, കിട്ടത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന 2 കുടിശ്ശിക ശമ്പള പരിഷ്കരണത്തിൻ്റെ കൊടുത്തു. പെൻഷനായവർക്ക് അവരുടെ പെൻഷൻ കുടിശ്ശിക, പരിഷ്കരണ കുടിശ്ശികയുടെ 1 ഗഡു, ലാസ്റ്റ് ഗഡു ഇന്ന് കൊടുക്കാൻ തീരുമാനിച്ചു. എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താൽക്കാലിക ജീവനക്കാരെ ഡെയിലി കരാറുകാർക്ക് അവർക്ക് 5% വർധന കൊടുത്തു. അങ്ങനെ കുറേ കാര്യങ്ങൾ മറ്റ് മേഖലകളിൽ ധാരാളം നിക്ഷേപം വർദ്ധിക്കുന്ന, കൂടുതൽ തൊഴിലവസരം വരുന്ന കുറേ പദ്ധതികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് GPU, GCC തുടങ്ങിയ ഏറ്റവും ആധുനികമായ മേഖലകളിലെ പ്രവർത്തനം, കടൽ തീരത്തും വനമേഖലയിലുമൊക്കെയുള്ള പ്രത്യേക ചില പദ്ധതികൾ, ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ നമ്മളിന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല അതൊക്കെ ചെയ്യാറുമുണ്ട്. ആ ചെയ്യാനുള്ള പദ്ധതികൾ പറഞ്ഞു. അമിതമായ വാഗ്ദാനങ്ങളും കാര്യങ്ങളൊന്നും അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ പ്രതിപക്ഷം പറയുന്ന പോലെ ഒന്നും ചെയ്യാതെ, പ്ലാനില്ലാതെ ഒന്നും ചെയ്യുന്ന തരത്തിലല്ല. അത് കണക്കുകൾ നോക്കിയാൽ മതി. ഇത്രയും അധികം സ്പെൻഡിങ് നടക്കുന്നുണ്ട്, കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നറിയാം.